വരെ പോണ്ടി വരും. ജമാഅത്തിൽ ഒരു കൊല്ലം പോകണം, ഒരുപക്ഷെ ആലിമ്യങ്ങൾ ഒരു കൊല്ലം പോകണമെന്ന് ഈ ദഅവത്തിലെ മഹാന്മാർ പറയുന്നത് ഇത് പിടിച്ചിട്ടാണോ പഠിച്ചവനറിയാം. 4 മാസം പോകണമെന്ന് പറയുന്നതിന് ഖുർആനിൽ പറയുന്നുണ്ട്. മക്ക ഫത്ഹ സമയത്ത്, ഖുർആനിലേക്ക് ഒന്നും ആരും എത്തി നോക്കൂലല്ലോ. ഖുർആനിൽ പറയുന്നത് നമുക്കൊക്കെ ബാധകമാണ്. ഈ ഖുർആൻ നമ്മൾക്കൊക്കെ തർബിയത്തിന് പറ്റിയതാണ്. എന്താ പറയുന്നത്? ബറാഅത്തും മിനല്ലാഹി വറസൂലി. മക്ക ഫത്ഹ സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ, റസൂലുള്ളാഹിന്റെ ദഅവത്തിന്റെ പ്രവർത്തനത്തിന്റെ വിരോധികളായ ആൾക്കാർ, മുത്തുനബിക്കെതിരിൽ ബദറും വഹദും ഖന്തഖും സംഘടിപ്പിച്ച ആൾക്കാർ, ഇന്നിതാ 10,000 ആൾക്കാർ മക്കയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. മക്ക ഫത്ഹ ആയിരിക്കുകയാണ്. ഇന്ന് അവരുടെ ആധിപത്യത്തിലായി. ഇതുവരെ നമുക്ക് ഓല പുറത്താക്കലിന് പണി. ഇപ്പൊ ഇനി അവരെ നമ്മളങ്ങോട്ട് പുറത്താക്കല്ലോ. എവിടെയാണ് ഓടേണ്ടത്, ഒളിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞു ഞങ്ങൾ ഓടണ്ട. ബറാഅത്തും മിനല്ലാഹി വറസൂലി. അല്ലാഹും റസൂലും നിങ്ങൾക്കൊരു വിമോചനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയും ഇവരോട് ബേജാറാകണ്ട, ഓടണ്ട. ഖുൽ സീഹു ഫിൽ അർളി 4 അശ്ഹുർ. 4 മാസം ഈ രാജ്യത്ത് അവർ സ്വൈര വിഹാരം നടത്തട്ടെ. അവർ ഈ നാട്ടുകൂടി എങ്ങനെ നടക്കട്ടെ 4 മാസം. എന്തൊരു ആശ്വാസമായിപ്പോയി. നടപടിയൊന്നുമില്ല. ഇദ്ഹബു അൻതും തുലഖ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കാം. നിങ്ങളെ പേരിൽ ഒരു ബന്ധനവുമില്ല. നിങ്ങളെ വീടുകളിൽ പോകാം, നേതാവിന്റെ വീട്ടിൽ പോകാം, പള്ളിയിൽ വരാം, നിങ്ങൾ ഇഷ്ടം പോലെ നടന്നോടെ. 4 മാസം കഴിഞ്ഞേ നിങ്ങളെ പേരിൽ എന്തെങ്കിലും നടപടി വേണമെന്ന് ആലോചിക്കുള്ളൂ. എന്തൊരു സന്ദേശമാണ്, ആശ്വാസമാണ്. അൽഹംദുലില്ലാഹ്. പോകാൻ ഒരുങ്ങിയവര് പോക്ക് നിർത്തിവെച്ചു. പോയവരെ തെരഞ്ഞ് പോവാത്തവരോടി നാട് വിട്ടുപോവാണ്. ഈത്തുലൊക്കെ അത് പോയി വഴിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഇക്രമത്തിലൊക്കെ അങ്ങനെയല്ല ഭാര്യ കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ പല ആൾക്കാരെയും കൊണ്ടുവന്ന് അവരിവിടെ ഇങ്ങനെ ജീവിച്ചു നോക്കുമ്പോൾ അതുവരെ മുസ്ലിമീങ്ങൾ ഖുർആൻ ഓതുന്ന ഈ സുപ്രഡ എന്ന് പറയും ചെറിയ കളിയാക്കിയിട്ട് ഈ ഹൽക്കാത്തേലിയും ഉണ്ടല്ലോ, വട്ടത്തിലിരുന്ന് ഖുർആൻ ഓതുക. അപ്പോഴല്ലേ മറ്റാളെ ചുണ്ട് ആ ഉച്ചാരണം അതൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ്. ഇതാണല്ലോ അന്ന് തലീം നടത്താൻ പറ്റൂല ഇവിടെ എന്ന് പറഞ്ഞ മക്കത്ത് പള്ളി കയറാനും പറ്റൂല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കൊല്ലാൻ വേണ്ടി തയ്യാറായി. ആരാ തയ്യാറായത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ ചട്ടം കെട്ടി. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ ഉറങ്ങാതെ ദുആ ചെയ്യാണ്. മുശ്രിക്കുകൾ ഉറങ്ങാതെ കൂടിയാലോചന നടത്തുകയാണ്. എന്താ കൂടിയാലോചന? മുഹമ്മദിന്റെ ഈ പ്രസ്ഥാനത്തെ, ഈ പ്രവർത്തനത്തെ, ഈ താലീം, ഈ ഗസ്ത്, ഇതൊക്കെ ഉണ്ടല്ലോ, ഈ നടത്തം. ഞാൻ ഭാഷ മാറി പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാവാതിരിക്കേണ്ട. ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ബാങ്ക് മുല്ലാക്ക ഒക്കെ പേർഷ്യൻ വാക്കാണ്. മുല്ല എന്ന് പറഞ്ഞാൽ വലിയ ആലിമിനാ പറയാ. അതുപോലെ ബാങ്ക് എന്ന് പറഞ്ഞാൽ അറബിയല്ല, പേർഷ്യൻ വാക്കാണ്. അങ്ങനെ ഒരുപാട് പേർഷ്യൻ വാക്ക് ഇവിടെ ഉണ്ട് അവശിച്ചു കിടക്കുന്നത്. അതിൽപ്പെട്ട ഒരു പേർഷ്യൻ വാക്കാണ് ഗസ്ത്. ആളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക, ആൾക്ക് പോവുക. ഇതിന് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സബ്ഹ് എന്നാണ്. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. നബിയെ പകൽ മുഴുവനും ദീർഘമായ ഗസ്ത് നടത്തേണ്ടതുണ്ട്. തഫ്സീർ എടുത്ത് നോക്കൂ. അൽ ജറിയ വദ്ദൗറ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ജറിയ വദ്ദൗറ എന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കുക, നടന്ന് കറങ്ങാന്ന. ആളുള്ളടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുക. ഇതങ്ങൾ എന്താ അങ്ങനെ വട്ടം കറങ്ങാൻ? ഇത് അന്ന് റസൂലുള്ളാഹി നടന്നെന്നാ ഖുർആനിൽ പറയണത്. അങ്ങനെ പകൽ ഒഴിവില്ല. അതുകൊണ്ട് രാത്രി ഉറങ്ങിക്കളയരുത്. ഞാനുമായി പ്രത്യേകം ബന്ധപ്പെടണം. ഉമ്മില്ലയില ഇല്ല ഖലീല. രാത്രിയുടെ അധിക ഭാഗം എന്റെ മുമ്പിൽ നമസ്കരിക്കണം. വദ്കുരിസ്മ റബ്ബിക. റബ്ബിന്റെ പേര് പറയണം, ദിക്ർ ചെയ്യണം. ഖുർആൻ തർത്തീല. ഖുർആൻ ഓതണം ഭക്തിയോടുകൂടെ. പിന്നെന്താണ്? വതബത്തലിലൈഹി തബ്തീല. മറ്റ് കാര്യങ്ങളൊക്കെ മാറി പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് ദുആ ചെയ്യണം. അന്ന് രാത്രി റസൂലുള്ളാഹിന്റെ പണി ഇതായിരുന്നു. പടച്ചവനെ, അംർ ബിൻ ഹിശാമിനെ അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബിന് 2,000 ആളെ, 1000 വലിയ ശത്രുക്കൾ അന്ന് വേറെയില്ല. നമ്മളൊക്കെ ശത്രുക്കൾ നശിക്കട്ടെ എന്നല്ല ദ്വാരക്കാം. മറ്റുള്ളവർ നശിക്കാനാണല്ലോ. ദമ്മിർഹും അഹ്ലിക്കും എന്നൊക്കെയാണല്ലോ മിഹ്റാബ് കുത്തിന് ദ്വാരക്കല്. പക്ഷേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു, പടച്ചവനെ, സ്വന്തം നരകത്തിലേക്ക് പോവുകയും മറ്റുള്ളവരെ പോക്കുകയും ചെയ്യുന്ന അബൂജഹലിന് നീ ഹിദായത്ത് മുസ്ലിങ്ങൾക്ക് ഹിദായത്ത് ദ്വാരക്കാം. പ്രത്യേകം ചില ആൾക്കാർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഈ പരിപാടിയൊക്കെ നമ്മൾ മറന്നുപോയി. അങ്ങനെ ദുആ ചെയ്യാണ്. റസൂലുള്ളാഹി ഉറങ്ങുന്നില്ല, മറ്റവരും ഉറങ്ങുന്നില്ല. ആരാണ് ഈ കൊലവാളെടുത്ത് പോയി മുഹമ്മദിന്റെ തലയെടുക്കാൻ തയ്യാറ്? കൂടിയാലോചന. അവസാനം ഉമർ ഖത്താബ് തയ്യാറായി. വെറും 3 കൊല്ലം ദഅവത്ത് നടത്തിയിട്ടേ ഉള്ളൂ. നുബുവത്തിന്റെ 6ാം കൊല്ലമാണ്. പരസ്യമായ ദഅവത്ത് തുടങ്ങി 3 കൊല്ലം നടന്നിട്ടേ ഉള്ളൂ. വെറും ഈമാൻ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 6 കാര്യങ്ങൾ പറഞ്ഞു. 6 കാര്യങ്ങളിൽ 5 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് 5 കാര്യം? 1 അല്ലാഹുവും റസൂലും യഖീൻ, അല്ലെ? തഅലീം, ഖുർആൻ പഠിപ്പിക്കുക, ഒരു സമ്മതിക്കാനുള്ള വേറെ കാര്യം.
ഇക്റാം, പരസ്പരം ബഹുമാനിക്കാവോ ആദരിക്കാവോ, ഇഖ്ലാസ് ഒക്കെ അള്ളാഹു താലാക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള അവസ്ഥ. ആരെന്ത് പറഞ്ഞാൽ തിരക്കുള്ള നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി. ദിക്ർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ 11 കൊല്ലം കഴിഞ്ഞാൽ നിസ്കാരം, ഈ കലിമയുടെ ഭാഗമായ രാത്രിയുടെ നമസ്കാരം വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ 6 കാര്യങ്ങളാവും. 6 കാര്യങ്ങൾ. നിസ്കാരം, ഇൽമി യഖീൻ, ഇതാണ് ഈമാൻ യഖീൻ, പിന്നെന്താണ് ഇഖ്ലാസ്, പിന്നെ ഇൽമ് ദിക്ർ, ഇക്റാം, ദഅവത്ത്. ഈ 6 കാര്യങ്ങൾ ഇത് എവിടുന്നോ ഇറക്കിയാതെ അല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്ക ജീവിതത്തിൽ 13 കൊല്ലം മക്കത്ത് വീട് വിടാൻ നടന്ന ആൾക്കാരെ കണ്ട് നടന്നിട്ട് ഈ 6 കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഒടുവിലാണ് നമസ്കാരം ജമാഅത്ത്. 11 കൊല്ലം കഴിഞ്ഞാൽ നമസ്കാരം പറഞ്ഞു. പിന്നെ കെലിമയും നമസ്കാരമായി. അബൂതാലിബിന്റെ അടുത്ത് വന്ന് പറഞ്ഞല്ലോ എല്ലാവരും കൂടെ ഒന്ന് നിർത്താൻ പറയണമെന്ന്. ചുരുക്കം എല്ലാവർക്കും അറിയാലോ. ആനുകൂല്യങ്ങൾ ഓഫർ ചെയ്തു, ഭരണം തരാം, പെണ്ണ് തരാം, മത് തരാം. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ നടക്കണമെന്ന് മനസ്സിലായില്ല. ഇതൊന്ന് നിർത്താൻ പറയുക, ശല്യം. അബൂതാലിബ് വിളിച്ച് പറഞ്ഞ റസൂൽ പറഞ്ഞു, ലൗ വളഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി മാ തറക്തു ഹാദൽ അംർ. ആനുകൂല്യം ഇവിടുത്തെ അല്ലേ അവര് തരാ, പോട്ടെ. മക്ക ഭരിക്കാനുള്ളത് പോട്ടെ, ചന്ദ്രകോളത്തെ ഭരിക്കാൻ, സൂര്യകോളത്തെ ഭരിക്കാനുള്ള അവകാശം കൂടി ഇവരെനിക്ക് തരുകയാണെങ്കിലും മാ തറക്തു ഹാദൽ അംർ, ഈ കെലിമയുടെ പ്രവർത്തനം ഞാൻ ഉപേക്ഷിക്കില്ല. ആദൽ അംർ എന്ന് പറയാം. ഇന്നത്തെ 100 കൂട്ടം കാര്യങ്ങളാണെന്നില്ല. അത് ചിന്തിക്കണം, ബോധപൂർവ്വം ചിന്തിക്കണം. ഈ 6 കാര്യങ്ങൾ 4-5 കാര്യങ്ങളാണെന്നുള്ളത്. കെലിമയുടെ പ്രവർത്തനമാണ്, ഗസ്റ്റും താലീമുമാണ്. ഇത് ഞാൻ നിർത്തൂല എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു. കൊല്ലാൻ തീരുമാനിച്ചു. വഴിയിൽ നിന്നാണ് കേൾക്കുന്നത്, നിങ്ങൾ എതിർത്താലും ഇത് നിൽക്കൂല, ഇത് ഉള്ളിൽ കൂടെ കയറി വരും അള്ളാന്റെ ദീൻ. ഞങ്ങളെ വീട്ടിലെന്താ ഇപ്പൊ നടക്കുന്ന അറിയാമോ മുപ്പരേന്ന് ചോദിച്ചു ഉമർ ഖത്താബിനോട്. കൊലവാളും പിടിച്ച് പോകുമ്പോ അവിടെ എത്തിയോ? അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ എന്താ നടക്കുന്നറിയോ? തൈലയും പള്ളിയിൽ നടത്താൻ പാടില്ല, നാട്ടിൽ നടത്താൻ പാടില്ല. എന്നിട്ട് വീട്ടിന്റെ അകത്ത് വാതിലടച്ചിട്ട് രഹസ്യമായ ഖുർആൻ തൈലയും നടത്തുകയാണ്. സൂറത്തുൽ ഹദീദ് അല്ലെങ്കിൽ സൂറത്തു താഹ ഒരാൾ ഓതിക്കൊടുക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു, മറ്റാൾ ഓതുന്നു, ഇങ്ങനെ കേൾക്കുന്നു. ഹൽക്കാത്തയിലെയും ഈ മധുര ശബ്ദം കേട്ടുകൊണ്ടാണ് ഉമർ ഫാറൂഖ് വരുന്നത്. ആ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോ ഉമർക്ക് മനസ്സിലായി ഇത് തരക്കടില്ല, ഇത് മനുഷ്യന്റെ കലാമൊന്നും അല്ലല്ലോ എന്നായി. അങ്ങനെയൊക്കെ കാണുന്ന ഏറ്റുമുട്ടലൊക്കെ കഴിഞ്ഞപ്പോ ചുരുക്കത്തിൽ ആ ഖുർആൻ കാണാൻ ഇട വന്നപ്പോ ഇത് ഇവരെന്നെ പറ്റിച്ചതാണ്. നീണ്ട പ്രമേയങ്ങളും പദ്ധതികളും ദുഷ്പ്രചരണങ്ങളും നടത്തിയിട്ട് ഇത് നേരിട്ട് കേട്ടുപോയാൽ വഴിതെറ്റെന്ന് പറഞ്ഞ് എന്നെ പടച്ചോനെ ഞാനെങ്ങാനും ഈ വാളും പിടിച്ച് നബിനെ കൊന്നുപോയിരുന്നെങ്കിലോ, അള്ളാന്റെ വലിയ പതില് തന്നെ ഇവർ വായിക്കണം എന്താണെന്ന് അടുത്ത് കാണാൻ സാധിച്ചല്ലോ. നോക്കും തനി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, ഇതിൽ വിധേയത്തില്ല, പുതിയ കാര്യങ്ങളൊന്നുമില്ല, തനി പഴയ കാര്യങ്ങളാണ്. ഇതൊന്നും എടുത്തു നോക്കൂലല്ലോ. എന്നിട്ട് അവിടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പൊട്ടീസാക്കാം. എന്നാൽ അതൊന്നും അങ്ങോട്ട് കാണിച്ചു തരും എന്ന് പറഞ്ഞു. ഏതാ ഉടലോടെ ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, ആ കാണിച്ചു തരാറ്. ഉടലോടെ പറയാം. അസ്സലാമു അലൈക അയ്യൻ നബിയു എന്ന് അത്തഹിയ്യാത്ത് ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കുന്നത് നല്ലത് വേറെ കാളാ കഴുതന വിചാരിക്കലാണ് എന്ന് സിറാത്തുൽ മുസ്ലിം പേജൊക്കെ മുത്താലിമ്യങ്ങൾ നന്നായിട്ട് അറിയാം. അവിടെ ഉണ്ടെന്നാവും. പിന്നെ നിങ്ങളെ അവിടെ അങ്ങനെ ഉണ്ടാകുമ്പോ ഉണ്ടോ അല്ല എന്നുള്ള വേറെ പ്രശ്നം. ഉണ്ടാകുമ്പോ പിന്നെ തലേക്കെട്ട് കെട്ടിയിട്ട് എന്താ കാര്യം? ദിക്ർ ചെയ്തിട്ട് എന്താ കാര്യം? നിക്കരിച്ചിട്ട് എന്താ കാര്യം? ആ ഉള്ളു നന്നാവാതെ ഈമാനില്ലാതെ എന്നാ പറഞ്ഞു. കൂട്ടരെ അവിടെ ഉണ്ടോ അല്ലെന്നോ നോക്കിക്കൂടെ? ചെലവ് ഞാൻ തരാലോ. ഞാൻ പറഞ്ഞു 1 ഏക്കർ സ്ഥലം ആ പറയുന്ന ഭാഗത്ത് അസ്സലാമു അലൈക അയ്യഹെന്നുള്ളൊരു വാക്ക് അല്ലെ അത്തഹിയാത്ത് എന്നൊരു വാക്ക് കാണിച്ചു തന്നാൽ ബാക്കി പിന്നെ അല്ലേ അതിന് ഉറുദു പഠിക്കണ്ടല്ലോ. നിങ്ങൾ ആ പദം കാണിച്ചു തരും, അസ്സലാമു അലൈക്കും. എന്നാൽ ഞാൻ 1 ഏക്കർ സ്ഥലം തരുന്നു. എന്നാലും ഏതാനും ഏക്കർ എൻ്റെ അടുത്ത് ബാക്കിയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് അതൊക്കെ പറയാൻ സാധിക്കുന്നത്. ആരും വാങ്ങാൻ വന്നിട്ടില്ല. എന്തിനായി മുത്താലിമകളൊക്കെ വഴിതെറ്റിക്കുന്നത്? കിതാബ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണം നോക്കാൻ. സിറാത്തുൽ മുസ്തഖീം തന്നെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതിലൊന്ന് കാണിച്ചു തന്നാൽ മതിയല്ലോ. അങ്ങനെയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസമുള്ളവർ കാഫറാണെന്ന് പറയാൻ എന്തിനു മടിക്കണം? അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിചാരിക്കുന്നത് നല്ലത് വേറെ ഏതെങ്കിലും ജീവിയെ പോട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു വക്താവ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് റസൂലുള്ളാഹിനെ വിചാരിക്കുന്നത് നല്ലത് അബൂബക്കർ സിദ്ദീഖിനെ വിചാരിക്കലാണെന്ന് ഒരുത്തം പറഞ്ഞാൽ തന്നെ അവൻ അഹ്ലു സുന്നത്തിന്റെ പുറത്താണെന്നാണ് എന്റെ വിശ്വാസം. എന്നിരിക്കെ മറ്റ് ജീവിയെ വിചാരിക്കലാണ് നല്ലതെന്ന് കിതാബ് പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസമുള്ളവർ ആ കിതാബുമായി നടക്കുന്നവർ കാഫറാണെന്ന് പറയാൻ മടിക്കുന്നവൻ കാഫറാവുകയില്ലേ? അല്ലേ? അമ്പലത്തിൽ പോയി ആരാധിക്കുന്നവൻ, വിഗ്രഹത്തിനെ ആരാധിക്കുന്നവൻ
ഒന്ന് കാബറാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ കാബറാവില്ലേ? ഇതിന് 10 തന്നെ വേറെ എവിടെ പോണോ? എന്നിട്ട് എന്ത് പൊട്ടീസാക്കലായി പറയണത്? സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനെ വിചാരിക്കാൻ പാടില്ല അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ. അതെങ്ങനെ ഒരു മനുഷ്യനോട് സാധിക്കോ? അയ്യുഹൻ നബിയു, ബഹുമാനപ്പെട്ട നബിയേ എന്നല്ലേ? ആ അത്തഹിയാത്ത് ഓതുമ്പോൾ അയ്യുഹൻ നബിയു അസ്സലാമു അലൈക എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനെ പോലെ വിചാരിച്ചാൽ പോരാ. നമുക്ക് അള്ളാഹ്ക്ക് ശേഷം എല്ലാ സൃഷ്ടികളിൽ വെച്ച് കൂടുതൽ ഉപകാരം ചെയ്താണ് നബി തങ്ങളാണ്. നബി ഇല്ലെങ്കിൽ അള്ളാഹിനെ പോലും നമുക്കറിയാൻ സാധിക്കില്ല. സ്വർഗത്തെപ്പറ്റി നമുക്ക് വീക്ഷണം ഉണ്ടാവുകയില്ല, നരകത്തെപ്പറ്റി അറിവുണ്ടാവുകയില്ല. ഹലാല് ഏതാണ്, ഹറാം ഏതാണ്, ഏതാണ് നമ്മുടെ രക്ഷ, ഏതാണ് പറയാ, ഒന്നും നമുക്കറിയില്ല. നമ്മുടെ എല്ലാ ഗുണകാംക്ഷികൾ ചെയ്യുന്നതിനേക്കാൾ അധികം ഗുണം ചെയ്ത ഗുണകാംക്ഷിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുമ്പിൽ ഇരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഹഖീഖത്തൻ ഹാദിർ ജാൻകർ, യഥാർത്ഥത്തിൽ തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇരിക്കുന്നു. ഹാദിർ ഉണ്ട് അവിടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോ ആ റസൂലുള്ളാഹിന്റെ ഗുണങ്ങളുടെ ബഹുമാനം ഹാജരാക്കണം മനസ്സിൽ നിന്നാണ്. അങ്ങനെ ഹാജരാക്കിയിട്ട് അങ്ങനത്തെ നബി മുമ്പിലുണ്ട്. ആ നബിക്കാണ് ഞാനിപ്പോൾ സലാം പറയുന്നുള്ള അങ്ങേയറ്റത്തെ വിനയവായ്പോടെ കൂടെയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് അത്തഹിയാത്ത് ഓതുമ്പോൾ പറയേണ്ടതെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫ് അലി താനവി അൽ മസാലിഹുൽ അഖ്ലിയ ലിൽ അഹ്കാമിൻ നഖ്ലിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, കാണിക്കാൻ പറ്റും. ഇനി ഇഹ്യാ ഉലൂമുദ്ദീന്റെ പരിഭാഷ ചെയ്തവരാണ് ദൈവബന്ധിലെ ആലിമ്യങ്ങൾ, നമ്മുടെ ഉസ്താദന്മാർ. അതിൽ നിന്ന് ഈ അമല് കണ്ടെടുത്തവരാണ്. ദഅവത്തിന്റെ അമലുണ്ടല്ലോ, ഇഹ്യാന്നാ എടുത്തത്. അൽ മുങ്കറാത്തുൽ ആമ നിങ്ങൾ എടുത്ത് നോക്കൂ, അങ്ങനത്തെ ബാബുകൾ എടുത്ത് നോക്കൂ. അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഇഹ്യാന്റെ ഈ വാർത്ത വായിക്കണം. അൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. എന്തിലായി അനന്തരാവകാശം? അവരിവിടെ കുറെ സ്വത്ത് വിട്ടേച്ച് പോയിട്ടുണ്ടോ? മാ വർറസു ദീനാറം വലാ ദിർഹമ. അമ്പിയാക്കന്മാര് പൈസ വാങ്ങിയവരായിരുന്നു, അതുകൊണ്ട് ജനങ്ങളെ അതിന്റെ അവകാശികൾ ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പൈസ തരണം അല്ലല്ലോ. ഓല് വാങ്ങിക്കൂട്ടിയില്ലല്ലോ. മാ വർറസു ദീനാറം വലാ ദിർഹമ, ഒരു ദിർഹമോ ദീനാറോ വിട്ടേച്ച് പോയില്ല. ഇന്നമാ വർറസുൽ ഇൽം, അവർ അറിവാണ് ഇവിടെ വിട്ടേച്ച് പോയത്. ജനങ്ങൾക്ക് അറിവ് കൊടുക്കലായിരുന്നു അവരുടെ ജോലി. അതാണ് അവകാശികളായ ആലിമ്യങ്ങൾ ചെയ്യേണ്ടത്. തെരുവിലേക്ക് ഇറങ്ങണം, വീടുകളിൽ പോകണം, കടകളിൽ പോകണം, ആൾക്കാരടുത്ത് പോകണം, അറിവില്ലാത്തവരെ തെരഞ്ഞു പോകണം. എത്രത്തോളം പറഞ്ഞു ഹിലാവുദ്ദീൻ, ലോകത്തൊരു ജാഹിലെങ്കിലും ബാക്കി ഉണ്ടാകുമ്പോൾ ഒരു ആലിം അവിടെ പോയി അത് തിരുത്തി കൊടുത്തില്ല എങ്കിൽ കുറ്റത്തിന് ഒഴിവാവുകയില്ല. ഫറള് ഐനായ കാര്യം, ഉദാഹരണമായി ജുമാ, ഒരു ആലിം ആയിക്കൊള്ളുന്നില്ല, ഇവന് അറിവില്ലാത്ത കാര്യം അറിവുണ്ടായാൽ ഇവൻ ആലിമായി. മൻ അറഫ മസ്അലത്തൻ ഫഹുവൽ ആലിമു ബിഹാ, ഒരു മസല പഠിച്ചാൽ അവൻ അക്കാര്യത്തിൽ ആലിമായി എന്നാണ് പറയുന്നത്. അപ്പൊ അത് അറിയാത്തൊരുത്തനെ കുറിച്ച് വിവരം കിട്ടി, അല്ലെ ഒരു നാട്ടുകാർക്ക് അതിനെ കുറിച്ച് അറിവില്ല. എന്നിപ്പോ നമ്മളെ അവസ്ഥ പോലൊക്കെ തന്നെ. എന്നാൽ ഒരു ആലിം ഫർള് ഐനായ ജുമാ കഴിഞ്ഞ് ഫർള് കിഫാക്ക് നിൽക്കാൻ പാടില്ല. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ചെയ്താൽ നാട്ടുകാരൊക്കെ ഒഴിവാകും, സ്വന്തം തന്നെ ചെയ്താൽ പോരാ. അങ്ങനത്തെ ഫർളുണ്ട്. ഉദാഹരണം, ഭക്ഷണം കഴിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കഴിച്ചാൽ പോരല്ല, ഞാൻ തന്നെ കഴിക്കണ്ടേ. അതേസമയം വസ്ത്രം അലക്കാന്നുള്ളത് ആരലക്കിയാലും അലക്കാൻ മതിയല്ലോ, ഞാൻ അലക്കുന്നില്ല എന്നതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഫർള് ഐൻ ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ജുമാ നിസ്കരിക്കേണ്ടത്, ഓഹർ നിസ്കരിക്കേണ്ടത് ഫർള് ഐനാണ്. മയ്യത്ത് നിസ്കാരം അത് ഫർള് കിഫയാണ്. ആരെങ്കിലും ചെയ്താലും ചെയ്താൽ ആ കൂലി കിട്ടും. പക്ഷേ നിസ്കരിച്ചില്ല എന്നുള്ള കുറ്റത്തിൽ നിന്ന് വേറെ ആരും നിസ്കരിച്ചാലും ആ കടം പോടും. ഉദാഹരണമായി ജുമാ നമസ്കരിക്കുകയാണ്, 40 എണ്ണപ്പെട്ട ആളാണ്, ഇയാൾക്ക് ജുമാ നിർബന്ധമുണ്ട്. ഒരു ആലിം ജുമാ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ പള്ളി പ്രസിഡന്റ് മരിച്ചിരിക്കുന്നു, അയാളെ ജനാസ അവിടെ വന്നിട്ടുണ്ട്, മയ്യത്ത് നിസ്കാരം നടക്കുകയാണെങ്കിൽ ഈ ആലിം മയ്യത്ത് നിസ്കാരത്തിന് കൂടാൻ പാടില്ല. ഫറളായ ജുമാ കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ പുറത്തു പോകണം. ആ വിവരമില്ലാത്ത നാട്ടിൽ പോയി ഇൽമു പഠിപ്പിക്കാൻ, ദീനെതിരെ നടക്കുന്ന ആൾക്കാരെ ഉപദേശിക്കാൻ പോകുമ്പോൾ തനിക്ക് ഭക്ഷിക്കാനുള്ള ആഹാരം അയാൾ സ്വന്തം ചെലവിൽ കൊണ്ടുപോകണം. അവിടുന്ന് വാങ്ങണം എന്നല്ല, ഇഹയിലുള്ളതാണ്. ഭക്ഷണം ഇയാൾ കൊണ്ടുപോകണം, പൈസ ആഹാരം എന്താ വെച്ചാൽ കൊണ്ടുപോകണം. ലാ യഅ്കുലു മിൻ അതിമതിഹിം, ആ നാട്ടുകാരുടെ ആഹാരം കഴിക്കരുത്, അവർക്കൊരു ബാധ്യത കൊടുക്കരുത്, സ്വന്തം ചെലവിൽ പോണം. എന്നിട്ട് അവരെ പോയിട്ട് ദീൻ പഠിപ്പിക്കണം, പറയണം. ഞാൻ രണ്ടുപേരും കുറ്റക്കാരാണ്. അവാമന്നാസ് കുറ്റക്കാരൻ, കാരണം ആലിമിനോട് ചോദിച്ച് പഠിച്ചില്ല എന്നുള്ളത് തയ്യാറായില്ല, അതിന് സമയം കൊടുത്തില്ല എന്നുകൊണ്ട് അവർ കുറ്റക്കാരാണ്. അവിടെ പോയി ഇത് പറയാൻ തയ്യാറായതുകൊണ്ട് ആലിമും കുറ്റക്കാരനാവും. കുറ്റത്തിന് ഒഴിവാകണമെങ്കിൽ
പോയി ആ പ്രദേശത്തുള്ള ആൾക്കാരെ കൂട്ടി അവരെ പറഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നാണ്. അതൊക്കെ കിതാബിൽ കിടക്കുക. കുട്ടികളൊക്കെ എന്താ അപ്പോൾ അവിടെ എത്താ പടച്ചോനറിയാം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ വാദപുരാന്ന് തുടങ്ങി. കാര്യമുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഒരു സുന്നത്ത് ഹയാത്താക്കണതിന്, ഒരു സുന്നത്ത് ഒരു വാദപുരാന്ന് നടത്തുന്നതിന് അത്രയൊന്നും കൂലി കിട്ടൂല. ഒരു സുന്നത്ത് ഹയാത്താക്കുന്നതിന്, മറന്നുപോയത് ഓർമ്മപ്പെടുത്തുന്നതിന്, ജീവിതത്തിൽ വിട്ടുപോയത് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതിന് 100 ഷഹീദിന്റെ കൂലിയാണ്. അത് നിങ്ങൾ കണക്കാക്കണം. ഒരു ഷഹീദിന്റെ പോരിച്ച പറയല്ല, ഒരു വലിയന്റെ മഹത്വം പറയല്ല, വേണ്ടെന്നല്ല പറയണത്. അങ്ങനെ ചെയ്താലൊക്കെ ആയി, എല്ലാം തീർന്നു. തീരൂല. നഷ്ടപ്പെട്ടു പോയ സുന്നത്ത് ഹയാത്താക്കണം. ഇപ്പൊ പോരുമ്പോ ആരാ പറഞ്ഞു സലാത്ത്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂടിയുള്ള കാര്യമാണ്, എത്രയും വർദ്ധിപ്പിക്കാനാണ്. പക്ഷേ സലാത്തിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോൾ ആ മജ്ലിസ് ചെന്നിടത്ത് അതിനെ തുടർന്ന് വേറെ വല്ല ഹറാമ് നടക്കുന്നുവെങ്കിൽ, സലാത്തിന്റെ മജ്ലിസ് മാത്രമല്ല, തറാവീഹിന്റെ മജ്ലിസ്, ദിക്റിന്റെ മജ്ലിസ്, സലാത്തിന്റെ മജ്ലിസ്, ഇങ്ങനത്തെ മജ്ലിസിൽ ദീനിനെതിരായ വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തടയാൻ കഴിവുള്ളവൻ അവിടെ പോയി അത് തടയുകയും അതിനുശേഷം അതിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതാണ്. തടയാൻ കഴിവില്ലാത്തവൻ അവിടെ പോവാതിരിക്കേണ്ടതാണ്. നിഹായ, മുഗ്നി തുടങ്ങി ഷാഫി മദ്ഹബിലെ പ്രമാണപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഇത് കാണാൻ സാധിക്കും. ഇഫാത്തുൽ അൻവാർ ഷർഹ് നൂറുൽ അബ്സാർ എന്ന കിതാബിന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റ് മർഹൂം അബ്ദുൽ ബാരി മുസ്ലിയാർ ഒരു ആശംസ എഴുതിയിട്ടുണ്ട്, തഖ്രീർ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, ഈ ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചു നോക്കി. മഹാന്മാരായ മുൻഗാമികളായ ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞതിന് 100% യോജിക്കുന്നതായി എനിക്കിതിനെ കാണാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒപ്പിട്ട് ബയാനിയ പ്രസിൽ അടിച്ച ഇഫാത്തുൽ അൻവാറിൽ പറഞ്ഞ ഇബാറത്ത് കൂട്ടി ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനത്തെ പല കാര്യങ്ങൾ വായിച്ചങ്ങൾ ഞെട്ടിപ്പോകും. എന്നിട്ട് തെളിവ് പറഞ്ഞിരിക്കുന്നു, മനവ് അമലൽ മൗലിദി, മൗലിദിന്റെ അമല് എന്നറിയപ്പെടുന്ന അമല് ചെയ്യുന്നതിനെ ഉലമാക്കന്മാർ എതിർത്തു. അതിൽ ദീനെതിരായ വല്ല കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇല്ല കേട്ടോ, ദിക്റ് സലാത്ത് ഭക്ഷണം കൊടുക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ അതിന് വരുമ്പോ ദീനെതിരായ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ അമല് നടത്താൻ പാടില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഏതുപോലെ നിസായി ലിർരിജാലിൽ അജാനിബി, അതാണ് അതിലെ പാർട്ട്. വീട്ടിലെ സ്ത്രീകൾ അന്യപുരുഷന്മാരെ കാണാൻ സാധ്യത വരുന്നു. മൗലൂദിന് വരുന്ന അന്യപുരുഷന്മാരുണ്ടല്ലോ, അവരിങ്ങോട്ട് കാണൂലെങ്കിലും ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് കാണാൻ സാധ്യത വരുന്നുവെങ്കിൽ അത്തരം സദസ്സ് സംഘടിപ്പിക്കാൻ പാടില്ല, ആ മൗലൂദ് പാടില്ലാത്തതാണെന്ന് പഴയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് അബ്ദുൽ ബാരി മുസ്ലിയാർ ശരിവെച്ച കിതാബിലാണ്. വലിയ ഫഖീഹും വലിയ ആലിമായിരുന്ന കുഞ്ഞീൻ മൗലവി, പണ്ടത്തെ കാലത്ത് വലിയ ആലിമ്യങ്ങൾക്ക് മൗലവി എന്നാ പറയാം. ഇപ്പൊ മൗലവി എന്ന് പറഞ്ഞാൽ മുജാഹിദ് എന്ന് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്, മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ സുന്നി എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. അന്ന് അറിഞ്ഞുകൂടാ. MFF എന്ന് പറഞ്ഞാൽ എന്താ? MFF മൗലവി ഫാസിൽ ഫൈസാബാദാണ്. ഇത് മൗലവിന്റെ ബിരുദാ ഞാൻ വാങ്ങിയെന്നോ പറയുന്ന ആൾക്ക് ഓർമ്മയില്ല. MFP എന്ന് പറഞ്ഞാലോ മൗലവി ഫാസിൽ ബാക്കവിയാണ്. ഞാനും മൗലവിയാന്ന് ഓർമ്മയില്ല. എന്നിട്ട് അങ്ങനെ ഓർമ്മക്കേട് നമുക്ക് പറ്റിപ്പോയിട്ടുണ്ട്. പഴയ കാലത്ത് വലിയ ആലിമ്യങ്ങൾക്ക് മൗലവി എന്നാ പറഞ്ഞിരുന്നത്. മൗലവി അഹമ്മദ് ഷാലിയാത്തി എന്നൊക്കെ പറയാം. വലിയ ആലിം തന്നെ അർത്ഥം. ഇന്നിപ്പോൾ എല്ലാം പോയി, ഇരിക്കട്ടെ, വിഷയം തന്നെ ഇപ്പം അതൊക്കെ പറഞ്ഞത്. അപ്പം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് ഇല്ലാതെ ഈ ഉമ്മത്തിന് നിലനിൽപ്പില്ല. അല്ലാഹ് പറയാണ്, ഫത്തബിഊനി, പറയുക, എന്നെ പിൻപറ്റി ജീവിക്കണം. യുഹിബ്ബുക്കുമുല്ലാഹ്, എങ്കിലേ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. തലബിന്റെ ജവാബാണല്ലോ. നമ്മൾ കുറേ നെഹബോധനില്ലേ, സെർഫ് പഠിച്ചിട്ടില്ലേ അല്ലേ? ഫത്തബിഊനി അമ്രാണ്, തലബാണ്, എന്നെ പിൻപറ്റണം. അതിന്റെ ജവാബ് എന്താണ്? യുഹിബ്ബുക്കുമുല്ലാഹ്. അതുകൊണ്ടാണല്ലോ അതിന് ജസ്മ് ചെയ്തത്. മുസ്ലിംമാരുടെ ഭാഷയിൽ ഞാൻ പറയണത്. മറ്റു യുഹിബ്ബു എന്നല്ല പറയണ്ടേ, ബൂന്നല്ലേ. ഇത് ബ് എന്ന് പറയാൻ കാരണം ഷർത്താണ്. അള്ളാഹ് മഹബത്ത് വെക്കണമെങ്കിൽ ഇത്തിബാ വേണമെന്ന്. ഇത്തിബാ ഉണ്ടെങ്കിൽ അള്ളാഹ് അങ്ങോട്ട് മഹബത്ത് വെക്കുള്ളൂ. ഇതിപ്പോ അള്ളാഹ് ഇപ്പം എന്നെ മഹബത്ത് വെച്ചിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ നടന്നാൽ മതി വിചാരിച്ച് നമുക്ക് നടക്കാമെന്ന് മാത്രം. മുമ്പൊരാൾ പറഞ്ഞു, ഞാനൊരു കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്. ആരാണ് വധു? അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. പഴയ കാലത്ത് ലോക സൗന്ദര്യ മത്സരത്തൊക്കെ ജയിച്ചിരുന്നവരാണ്, വലിയ സൗന്ദര്യമാണല്ലോ. അപ്പോൾ ഇന്ദിരാഗാന്ധിനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ആ കാര്യം എന്നിട്ട് എത്രയായി? അതൊരു 50% ഇനി ബാക്കി നടക്കാനുള്ളൂ. എന്താ 50%? എനിക്ക് സമ്മതമാണ്, അവർക്ക് സമ്മതമാണ്, അറിഞ്ഞില്ല. അതാ പറഞ്ഞു. ഇതുപോലെ നമ്മൾ സ്വയപ്പം അള്ളാഹ്ക്ക് സമ്മതമായിരിക്കുമെന്ന് കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ പോവുക.
പക്ഷെ അള്ളാഹ് അങ്ങോട്ട് സമ്മതിക്കണ്ടേ, ഇഷ്ടപ്പെടണ്ടേ? അതിന് കൊടുക്കേണ്ട മഹറാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളെ പിൻപറ്റുക. അല്ലാതെ അള്ളാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹ്ക്ക് വേണ്ടി പിൻപറ്റിയാൽ മതി, ആളെ ബോധിപ്പിക്കാൻ വേണ്ട. ഫത്തബിഊനി യുഹ്ബിക്കുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിക്കണമെന്ന് പറയൂ. യുഹ്ബിക്കുമുല്ലാഹ്, അള്ളാഹു തആല എങ്കിലേ നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പൊ നിങ്ങളെ പാപങ്ങളെ അവൻ പുറത്തു തരുകയും ചെയ്യും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പൂർണ്ണമായി പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തി ജീവിതം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അള്ളാഹു തആല ദുനിയാവിലും നമ്മളെ കൈയൊഴിക്കും, ആഖിറത്തിൽ ഏതായാലും കൈയൊഴിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഒരു ടീം സ്പിരിറ്റോടുകൂടെ അബൂജഹലിനോട് ബദർ യുദ്ധം നയിക്കുന്നത്, അബൂ സുഫിയാനോട് ഹന്തക് യുദ്ധം നയിക്കുന്നത് ഒരു ആവേശക്കാരും കൂടിയാണല്ലോ, പോകും. പക്ഷേ മുസ്ലിമീങ്ങൾ ആരും അതിനെതിരില്ല. ഒരു സുന്നത്തെടുക്കുന്ന മുസ്ലിം എതിരല്ല. പിൽക്കാലത്ത് വരും അംറും ബിൽ മഅറൂഫ് നഹ്യുൽ മുൻകർ, നല്ല കാര്യം ഉപദേശിക്കുക, തിന്മ നിരോധിക്കുക എന്നുള്ള സംഗതി നിന്നു പോകുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തിന് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. അതെങ്ങനെയാണ് നബിയെ, ഈ ഉമ്മത്തിന് അതില്ലാതെ പിന്നെ ഉമ്മത്തുണ്ടാകോ? ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ യുഖ്രിജു ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത നന്മ കൽപ്പിക്കാൻ തിന്മ നിരോധിക്കുകയാണല്ലോ. പ്രത്യേകത നഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ മോര്, മക്കളെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ഇനി പുളിയില്ലാത്ത മോരുണ്ടാകുന്ന ഒരു കാര്യം വരും. പുളിയില്ലാഞ്ഞ പിന്നെ മോരാവും. വളവില്ലാത്ത കൊക്ക ഉണ്ടാകുന്ന ഒരു കാലം വരും. വളവുണ്ടെങ്കിലേ കൊക്കയുള്ളൂ. ആ കൊക്കയുടെ സ്വഭാവം തന്നെ ഒരു തല വളയാന്നുള്ളതല്ലേ. അപ്പൊ അത്ഭുതമാണ് വളവില്ലാത്ത കൊക്ക ഉണ്ടാവെന്ന് പറഞ്ഞാൽ. എന്നതുപോലെ മുഹമ്മദ് സാഹിന്റെ ഉമ്മത്തികളുടെ സർവത്ര പ്രത്യേകതയും നന്മ ഉപദേശിക്കലും തിന്മ നിരോധിക്കലുമാണ്, മറ്റുള്ളവരെ ഹിദായത്തിന് നയിക്കലാണ്. ഈ സ്വഭാവം അല്ലെങ്കിൽ ആ ഉമ്മത്തില്ല. ഇതില്ലാത്തൊരു കാലം വരുന്ന പറഞ്ഞ സഹാബാക്കൾക്ക് അത്ഭുതമായി. അതെങ്ങനെയാണ് നബിയെ? ഓഹോ, നിങ്ങൾ ഇതിന്റെ പേര് അത്ഭുതപ്പെടുകയാണോ? എന്നാൽ നന്മ നിരോധിക്കുകയും തിന്മ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏതാണ്ട കാലത്തൊക്കെ നമ്മൾ പോകണം. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലേ? വിടക്ക് കാര്യം ആര് പ്രവചിച്ചാൻ പറഞ്ഞാൽ ആർക്കും എതിർപ്പില്ലല്ലോ. ഉസ്താദിന് ദേഷ്യം പിടിക്കുന്ന എപ്പോഴാണ്? ആരെങ്കിലും സുന്നത്ത് ഹയാത്താക്കുകയാണെങ്കിൽ, അല്ലേ? 100 ആള് കമ്മ്യൂണിസ്റ്റിൽ പോയി പഠിച്ചോണ്ടോ അല്ലേ സംശയിക്കുകയോ ഇല്ലെന്ന് ഉറപ്പാക്കുകയോ ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങനെ പലതും നടക്കുന്നു. ഇവിടെ തരീഖത്തുകാരെ നിക്കരിച്ചാൽ നരകത്തിലാവെന്ന് പറഞ്ഞു നടക്കും. അങ്ങനത്തെ കുറെ തരീഖത്ത് മലപ്പുറം ജില്ലയിലുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോ പള്ളിയിലെ മൊല്ലാക്ക വന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് ചെല്ലി, അവിടെ കുറച്ച് ആൾക്കാർ ഒരു പന്തലും കിട്ടി, അവിടെ കൂടുകയാണ്, അവർക്ക് നിൽക്കാറൊന്നുമില്ല, അതിലൊന്നും കൂടുന്നില്ല പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിൽ അവർ കൂടി കേട്ട് അവിടെ പോയി നോക്കുമ്പോൾ നല്ല സമയമാണ്. എല്ലാ ചെറുതും വലുതും ഒരു 10-25 ആളുണ്ട് അവിടെ. അവരവിടെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവിടെ സംഘടിച്ചതാണ്. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചു വെക്കുമ്പോൾ അവരെന്നെ മുട്ടിക്കണം. അവർ പറയണ നിസ്കാരം സഹിയാകണ്ടേ, ഹൃദയത്തിൽ മറ്റു ചിന്ത വരാത്തൊരവസ്ഥ വന്ന് കിട്ടണ്ടേ, ദിക്ർ ചെയ്ത് അങ്ങനെ ആയിട്ടല്ലേ നിൽക്കരി, എല്ലാം ഞാൻ നിൽക്കാറും കുറ്റമല്ലേ. കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, 7 വയസ്സായ കുട്ടി ഇമാമായിട്ട് വലിയ ആൾക്കാർ ബയ്യിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടല്ലോ, അത് അന്നത്തെ കുട്ടിയാണെന്ന്. ഞാൻ തോറ്റില്ലേ? ഇങ്ങനത്തെ ആൾക്കാർ ജീവിക്കുന്നു. അതൊന്നും ഉസ്താദിന് പ്രശ്നമില്ല. 5-ാമത്തെ നിസ്കരിക്കുമ്പോൾ അവനെന്തോ ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്, അതിൻ്റെ ഇതില്ല. ആദരവായ റസൂലുള്ള അള്ളാഹുവിന്റെ പ്രവാചകനാണ് തെളിവ്. ഇതൊക്കെ തന്നെയാണ്, അല്ലേ? നന്മ തടയുന്ന തിന്മ കൽപ്പിക്കുന്ന ഒരു കാലം വരും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് പാരതാമള ഹയാത്താക്കണം. ഞാൻ പറഞ്ഞില്ല, ബ്രിട്ടീഷുകാരെ സുന്നത്തായാക്കാൻ എത്ര ലക്ഷം എത്ര കോടി എന്ന് വേണം പറയണം, അല്ലേ? ഓരോ റേഞ്ചിൽ നിന്ന് വിരിപ്പിച്ച കാശ്. ഓരോരുത്തർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പുതിയ മുതലാളി, ഞങ്ങൾ 4 ആള് രാവിലെ തന്നെ ഫോണിട്ട് വരുന്നപ്പോൾ 4 ആള് പിരിവിന് പോയി. ഒരു ദാരിമിയുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ 4 ആള് പോയി, 40,000 റുപ്യ കിട്ടി. പോലീസ് പറയാണ്, അയാൾ പുതിയ പൈസക്കാരനാ, വലിയ പൈസക്കാരനാ, എനിക്കയാൾ വലിയ പരിചയമില്ല. ഏതോ ഒരു പൊട്ട മുസ്ലിയാരാന്ന് വെച്ചാൽ അയാൾ പറയണേ. അപ്പൊ ഞാൻ അതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറുപടി ചെയ്യുന്നത്. നിങ്ങൾ ഈ പിരിപ്പിച്ചു കൊടുക്കുന്ന കാശ് അതിന്റെ യഥാസ്ഥാനത്ത് ചിലവാകുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? മറ്റേ ഈ പിരിപ്പിച്ച നിങ്ങളും അള്ളാഹുവിൽ ഹിസാബ് പറയേണ്ടി വരില്ലേ? നിങ്ങൾ പറഞ്ഞ ദാരിമയുടെ വാപ്പ ഒരു കൊട്ടയിൽ മീൻ കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് നാട്ടുകാരെ പോറ്റി, അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ പോറ്റിയിരുന്നത്. ഇപ്പൊ അവരൊക്കെ വലിയ വീടും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? അപ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുന്നത്, ഒരു സമ്മേളനം കഴിക്കാൻ എത്ര കാശ് വേണം?
ഇതൊന്നും പറഞ്ഞാല് പറ്റൂല, എന്തൊക്കെ പറയണത് വിചാരിക്കും. കാരണം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. ഇതൊക്കെ അള്ളാഹ് നമുക്ക് തന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ ദീൻ ഹയാത്ത. ഒരു കുഴപ്പമില്ല, എത്ര കോടിയും പിരിപ്പിക്കാൻ ചെലവാക്കാം, 4 സുന്നത്ത് ഹയാത്താകുവാണെങ്കിൽ. ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ, ഹിദായത്തിന്റെ ഒരു കാര്യം അവിടെ പറയുന്നില്ല, മറ്റൊന്റെ കുറവ് പറയുന്നു. ഞാൻ അടുത്തുനിന്ന് രണ്ടും കേൾക്കാൻ പോയി. ഒരു സുന്നത്ത് ഹയാത്താക്കിയാൽ 100 ഷഹീദിന്റെ കൂലി. ഞാൻ വിമർശിക്കാൻ പറയല്ല. ഈ വിലപിടിച്ച സമയം വളരെ ഉത്തരവാദിത്തമുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി ശബ്ദിക്കേണ്ട സമയമാണ്. അള്ളാഹുവിന്റെ റസൂലിനും ദീനിനും വേണ്ടി ശബ്ദിക്കേണ്ട സമയമാണ്. ഒരു മനുഷ്യനെ അള്ളാഹ് നേർവഴിയിലാക്കുക, നീ മുഖേന എന്റെ മുഴുവൻ ജീവിതം ചെലവാക്കി. ഖൈറുല്ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതുള്ള സർവത്ര വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഖൈർ അതാണ്. ഉദാഹരണമായി കിട്ടിയെന്ന് വിചാരിച്ചോളി, നിങ്ങളുടെ ഒരാൾക്കോ എനിക്കോ കിട്ടി ഈ ദുനിയാവ് മുഴുവൻ, അതിലുള്ള സർവത്ര വസ്തുക്കൾ നമ്മൾ വേറെ രണ്ടാമനില്ല. എന്നിട്ട് ഞാനോ നിങ്ങളോ ചെയ്തെന്താണ്? ഇത് മുഴുവനും ചെലവാക്കി, ജനങ്ങളെ പിന്നാലെ ചെലവാക്കി നടന്ന്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചെലവാക്കി, ഇതൊക്കെ തീർന്നു പോയി. നോക്കുമ്പോ ആരുമില്ല. അവസാനം ഒരു മനുഷ്യൻ മാത്രം അത് ശരിയാണെന്ന് പറയാൻ വന്ന് കിട്ടിയാൽ, ഈ ചെലവഴിച്ച ഒന്നും നഷ്ടമല്ല, അതിനേക്കാൾ ലാഭമുള്ള പണിയാണ് നീ ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, മറ്റുള്ളവർക്ക് ഹിദായത്ത് സുന്നത്ത് എടുത്ത് ഈമാൻ നന്നാക്കി, അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട്, ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട്, ദീന്റെ കിതാബുകളുമായി ബന്ധപ്പെട്ട് സമയം ഒഴിവാക്കിയെടുത്ത് നാളെ ആഖിറത്തിൽ ഖേദിക്കുന്നവരും ഇന്ന് അള്ളാഹുവിന്റെ ദിക്റിലും ദീന് പഠിക്കുന്നതിലും ഒക്കെ ചെലവഴിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? ഈ സത്യം മനസ്സിലായിട്ടല്ലേ 1,00,000 സവാബ് കിട്ടുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന്, അത് നിങ്ങൾ മനസ്സിലാക്കണം. മുസല്ല വിരിച്ച് അവിടെ ഇരുന്ന് കഅബയിലേക്ക് നോക്കിയാൽ അള്ളാന്റെ വീടാണ് കാണുന്നത്. റഹ്മത്ത് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 120 റഹ്മത്ത് ഒരു ദിവസം അള്ളാന്റെ സ്നേഹം അവിടെ വർഷിക്കുകയാണ്. 60 റഹ്മത്ത് തവാഫ് ചെയ്യുന്നവർക്കാണ്. 40 റഹ്മത്ത് മറ്റ് ഇബാദത്തുകളിൽ ഖുർആൻ ഓതി നിസ്കരിക്കുകയും ചെയ്യുന്നവർക്കാണ്. 20 റഹ്മത്ത് കഅബ നോക്കി വെറുതെ ഇരിക്കുന്നവർക്കാണ്. ഇങ്ങനെ ഓഹരിക്കുന്നുണ്ട്. അങ്ങനെ 120 റഹ്മത്ത് വർഷിക്കുന്നിടത്ത് വെച്ച് അതിന്റെ പുറമെ 2 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ സവാബ്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹ് അവിടുത്തെ പള്ളിയിൽ നിന്ന് പറഞ്ഞേക്കാൾ ഇരട്ടി പ്രതിഫലം. അങ്ങനത്തെ പ്രതിഫലമുള്ളിടത്തുനിന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾ, താബീങ്ങൾ, ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റഹ്മത്തുള്ളാഹിയുള്ള മഹാത്മാക്കൾ കുഫറിന്റെ ഇന്ത്യയിലേക്കാണ് കടന്നു വന്നത്. പായക്കപ്പലിൽ ഏറി ജീവിതം പണയം വെച്ച് ഒരു മുസ്ലിം വിളിച്ചൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാനില്ല. ഒരു മുസ്ലിം വീട്ടിൽ കയറി കുശലം പറയാനില്ല. ഒരു കിതാബ് തബ്ലീഗ് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കാൻ്റെ പുസ്തകമുണ്ട്. അതിനൊരു കലാകാരനൊരു പുറംചട്ട കൊടുത്തിരിക്കുന്നു പരിഹസിക്കാൻ വേണ്ടി. എന്താണെന്നറിയോ? ഒരു മരത്തിന്റെ ചുവട്ടില് ഒരടുപ്പ് ഇങ്ങനെ അടുപ്പ് കത്തിച്ച് കലയിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് തന്നെ ഒരു ചാക്കും കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. തബ്ലീഗുകാരെ കളിയാക്കാനാണ് ആ ചിത്രം കൊടുത്തത്. എനിക്കത് കണ്ടപ്പോ എന്റെ ഈമാനൊന്നും ഇങ്ങോട്ട് പുതുകി. പടച്ചോനെ, ആദ്യത്തെ തബ്ലീഗ് ജമാഅത്ത് ദേന്റെ പ്രവർത്തനത്തിന് വേണ്ടി വന്ന മാലിക് ദീനാർ റഹ്മത്തുള്ളാഹ്, മുഗിറത്ത് ബിൻ ശുഅബ റഹ്മത്തുള്ളാഹ് തുടങ്ങിയുള്ള മഹാത്മാക്കളുടെ ജമാഅത്തുകൾ വന്നപ്പോ അവർക്കൊരു മുസ്ലിം വീട്ടിൽ പോയിട്ട് വെള്ളം കുടിക്കാനോ അവർക്ക് ആഹാരം വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരോ ഇല്ലാത്ത കാലത്ത് ഏതോ മരത്തിന്റെ ചുവട്ടിൽ അവരുടെ സാധനങ്ങളൊക്കെ ചാക്കിൽ കെട്ടിവെച്ച് പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കി ഇങ്ങനെ ചോറുണ്ടാക്കി വെച്ച് ദീന്റെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാകുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ യഥാർത്ഥമായ തബ്ലീഗിസം അതാണ് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞെങ്ങനെ വരികയാണ്. 2ാം സമ്മേളനത്തിൽ ഞാൻ പോയപ്പോ അപ്പൊ അയാൾ പറഞ്ഞു തുടങ്ങിയത് മാലിക് ദീനാറുടെ ജമാഅത്ത് മുതൽക്കാണ്. അപ്പൊ എന്റെ അടുത്തുള്ള എന്റെ കൂടെ പഠിച്ച അതിന്റെ സജീവ പ്രവർത്തകനായോട് ഞാൻ പറഞ്ഞു, മാലിക് ദീനാറുടെ തബ്ലീഗിന് വേണ്ടി അദ്ദേഹം ജമാഅത്തായിട്ട് വന്നതുപോലെ നമുക്ക് കൂടി ഒരു ജമാഅത്തായിട്ട് പോണോ തബ്ലീഗിന് വേണ്ടി. അയാൾ ആകെ അപ്പോഴാണ് ചിന്തിക്കുന്നത്. മറ്റത് ജമിയത്താണ്, ഇത് ജമാഅത്താണ്. ജമാഅത്തായ നിസ്കാരം നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അപ്പൊ ജമാഅത്തായിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി പോവുക, ജമാഅത്തായിട്ട് ഹജ്ജിന് പോവുക. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അല്ലേ? ഹജ്ജിന്റെ ഗ്രൂപ്പ്, ഹജ്ജ് എന്ന അമല് ഗ്രൂപ്പായിട്ട് പോകുമ്പോ അതിനൊരു ലീഡർ. ഇതൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാവുന്നുള്ളൊരു സോക്കേട്. അമീർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ലീഡർ എന്ന് പറയണം. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഗ്രൂപ്പ് എന്ന് പറയണം. ആയിക്കോട്ടെ, ഏത് ഗ്രൂപ്പെങ്കിലാവട്ടെ. അങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ പറയാറുണ്ട്, ഒരൊറ്റ അനുയായി ഇല്ലാത്ത ആളാണ് ഞാൻ.
ഒരു അനുയായില്ലാത്ത. ഞാൻ ചിലപ്പോൾ അങ്ങനെ ദ്വാരത്തിട്ടുണ്ട്, അള്ള കബൂലാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഉസ്താദിന്റെ ഇന്ന് ടോപ്പിലാണ് വഴത് കേട്ടവരൊക്കെ അത് ഹക്കാണെന്ന് മനസ്സിലാക്കി. അതല്ലാന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ അതിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചു, എൻ്റെ കൂട്ടുകാരൻ്റെ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചു. ഒരുപക്ഷെ അയാൾ അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞൊരു കാര്യം തന്നെ മറിച്ച് പറഞ്ഞു പോയാലും അപകടം സംഭവിക്കുമല്ലോ. ഞാനും ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളല്ലേ. പടച്ചവനെ എനിക്ക് നീ അധികം അനുയായികൾ തരല്ലേ എന്ന് ഞാൻ ദ്വാച്ചു. ഹക്കാണ്. കാരണം എന്നാ പിന്നെ നീ അഥവാ എന്നെ അന്ധമായി അനുകരിക്കുന്ന ആളല്ലേ, എനിക്ക് മനുഷ്യനല്ലേ, തെറ്റുപറ്റാലോ വൈകല്യം ഉണ്ടാകാലോ. അയാൾ അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ ഒരാളുണ്ടായിട്ട് ഞാൻ അവനെ പിഴപ്പിക്കണോ? ഇത് ചെറിയ കാര്യമല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ, മറ്റൊരു മകൻ, നമ്മുടെ പാപ്പാരാണ് അവരൊക്കെ. ഹാബീൽ എന്ന ആളെ കൊന്നു, അസൂയ മൂത്തിട്ട് കൊന്നു. ലോകത്തതിനു മുമ്പ് കൊലയില്ല.